നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ ഒരു അതിമനോഹരമായ കഥയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ ദൈവങ്ങളിൽ രണ്ടാണ് ശ്രീകൃഷ്ണനും ജഗന്നാഥനും. എന്നാൽ ഈ രണ്ട് ദൈവങ്ങളും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ശ്രീകൃഷ്ണന്റെ ഹൃദയം എങ്ങനെ ജഗന്നാഥന്റെ ആത്മാവായി മാറി എന്ന കഥ കേൾക്കാൻ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. കഥ നടക്കുന്നത് ദ്വാപരയുഗത്തിന്റെ അവസാന സമയത്ത് ആണ്. മഹാഭാരത യുദ്ധത്തിനു ശേഷമുള്ള കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണന്റെ ഭൂമിയിലെ ദിവ്യാവതാരം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഒരിക്കൽ ഒരു കാടിൽ വിശ്രമിക്കുമ്പോൾ ഭവിഷ്യത്തെ അറിയാത്ത ഒരു വേട്ടക്കാരൻ ശ്രീകൃഷ്ണനെ കാൽവിരലിൽ ഒരു അമ്പുകൊണ്ട് കുത്തുകയും അതുവഴി കൃഷ്ണന്റെ ഭൂമിയിലെ യാത്ര അവസാനിക്കുകയും ചെയ്തു. കൃഷ്ണന്റെ മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ പ്രിയഭക്തനായ അർജുനൻ ഏറ്റെടുത്തു. എന്നാൽ സംഭവിച്ച ഒരു അത്ഭുതം മുഴുവൻ ചടങ്ങിന്റെ പ്രക്രിയ മാറ്റിമറിച്ചു. കൃഷ്ണന്റെ ശരീരം തീയിൽ ദഹിക്കുമ്പോൾ കൃഷ്ണന്റെ ഹൃദയം തീയിൽ ദഹിച്ചില്ല. ഇത് ദൈവത്തിന്റെ ദിവ്യതയുടെ എത്രത്തോളം ആഴമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യം ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയം മാത്രം അവിടെ അവശേഷിച്ചു. ഈ ഹൃദയം ഒരു നീലരത്നമായി മാറി. ഒരിക്കൽ ഒഡീഷയിലെ രാജാവായ ഇന്ദ്രദ്യുമ്നന് ഒരു സ്വപ്നം ഉണ്ടായി. സ്വപ്നത്തിൽ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് സമുദ്രതീരത്തുനിന്ന് ഒരു നീലരത്നം കണ്ടെത്താൻ നിർദ്ദേശിച്ചു. രാജാവ് ഉടൻ തന്നെ തന്റെ സൈനികരെ രാജ്യം മുഴുവൻ തിരച്ചിൽ ആരംഭിച്ചു. കുറെ തിരച്ചിലുകൾക്ക് ശേഷം ആഴക്കടലിൽ ദിവ്യശക്തി നിറഞ്ഞ നീലരത്നം കണ്ടെത്തി. ഇവിടെ നിന്നാണ് കഥയുടെ പ്രധാന ഭാഗം തുടങ്ങുന്നത്. രാജാവ് ആ നീലരത്നത്തെ പൂജിച്ച് ആദരിച്ചു. അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അവിടെ ഈ നീലരത്നത്തെ പ്രതിഷ്ഠിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ എന്താണ് വിഗ്രഹമായി സ്ഥാപിക്കേണ്ടതെന്ന് രാജാവിന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് വിശ്വകർമ്മ എന്ന ദിവ്യശില്പി പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം 3 വിഗ്രഹങ്ങൾ നിർമ്മിക്കാമെന്ന് സമ്മതിച്ചു: ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നിവ. എന്നാൽ അദ്ദേഹം ഒരു വ്യവസ്ഥ വെച്ചു: 21 ദിവസത്തിനുള്ളിൽ ആരും വിഗ്രഹ നിർമ്മാണം കാണാൻ പാടില്ല. രാജാവ് സമ്മതിച്ചു. വിശ്വകർമ്മ വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. 21 ദിവസം കഴിഞ്ഞപ്പോൾ രാജ്ഞിയുടെ നിർബന്ധത്തിന് വഴങ്ങി രാജാവ് മുറി തുറന്നു നോക്കി. അപ്പോൾ വിശ്വകർമ്മ അപ്രത്യക്ഷനായി, വിഗ്രഹങ്ങളുടെ പണി പൂർത്തിയാകാതെ തന്നെ. രാജാവ് വളരെ ദുഃഖിതനായി. എന്നാൽ അപ്പോഴാണ് ആകാശത്തുനിന്ന് ഒരു അശരീരി കേട്ടത്: ഇതാണ് ജഗന്നാഥന്റെ യഥാർത്ഥ രൂപം. ഈ രൂപത്തിൽ തന്നെ വിഗ്രഹങ്ങളെ പൂജിക്കുക. രാജാവ് അങ്ങനെ തന്നെ ചെയ്തു. അദ്ദേഹം വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് പൂജ തുടങ്ങി. അതിനുശേഷം നീലരത്നം, ശ്രീകൃഷ്ണന്റെ ഹൃദയം, ജഗന്നാഥന്റെ വിഗ്രഹത്തിൽ സ്ഥാപിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണന്റെ ഹൃദയം ജഗന്നാഥന്റെ ആത്മാവായി മാറി. ഇതാണ് ശ്രീകൃഷ്ണന്റെ ഹൃദയം ജഗന്നാഥന്റെ ആത്മാവായി മാറിയ കഥ. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ അനന്തമായ രൂപങ്ങളെക്കുറിച്ചാണ്. ഭക്തിയുടെ ശക്തിയെക്കുറിച്ചാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാനും മറക്കരുത്. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം.